ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 13-2 മുതൽ 5 വരെ. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്യയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നിയോഗം ശൗലിനും ബർന്നബാസിനും സഭയ്ക്കും ലഭിക്കുന്നതാണ് ഇന്നത്തെ വേദഭാഗം. ധർമ്മശേഖരം യെരുശലേമിൽ എത്തിച്ച് മടങ്ങിയെത്തിയ ബർന്നബാസിനും ശൗലിനും പരിശുദ്ധാത്മാവ് പുതിയ നിയോഗം നൽകി. സുവിശേഷ പ്രഘോഷണം. ബർന്നബാസിന്റെ ചാർച്ചയിൽപ്പെട്ട മർക്കോസിനെയും ചേർത്ത് മൂവർ സംഘം വേല ആരംഭിച്ചു. ഒരു ടീം പ്രവർത്തനത്തിൻ്റെ ചില അനുഭവങ്ങളാണ് തുടർന്നു വരുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഒന്നാമത്, സ്വന്തം നാട്ടിൽ സുവിശേഷ വേല ചെയ്യുന്നു, അതായത് കുപ്രോസിൽ. ബർന്നബാസ് കുപ്രോസുകാരനാണ്. ക്രിസ്തു യേശുവിലൂടെ ലഭിച്ച രക്ഷയുടെ സന്തോഷം ആദ്യം പങ്കുവയ്ക്കേണ്ടത് അവിടെയാണ്. തൻ്റെ സഹപാഠികൾ, ബാല്യം അറിയാവുന്നവർ, ചാർച്ചക്കാർ തുടങ്ങിയവരുടെ ഇടയിലാണ് ആദ്യത്തെ വേല. ഇന്ന് അനേകരും ആഗ്രഹിക്കാത്ത ഒരു കാര്യം കൂടിയാണ്. വിദേശ പ്രവർത്തനത്തിനാണ് കൂടുതൽ താല്പര്യം. യേശുവിനെ മശിഹയായി മനസ്സിലാക്കിയ അന്ത്രയോസ് സഹോദരനായ ശീമോൻ പത്രോസിനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവുമായി ഒന്ന് ബന്ധിപ്പിച്ച് നിർത്താൻ അവിടെ ശ്രമിക്കുകയാണ്. രക്ഷയുടെ സന്തോഷം പങ്കുവയ്ക്കേണ്ട ആദ്യത്തെ ഇടം സ്വന്തം ദേശമാണ്. അടുത്തത്, ശൗൽ പൗലോസായി പാഫോസിൽ നിൽക്കുന്നതാണ്. 13-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇത് കാണുന്നു. തുടർന്നുള്ള ഈ വൃത്താന്തത്തിൽ ശൗൽ പൗലോസ് എന്നാണ് അറിയപ്പെടുന്നത്. ശൗൽ എന്ന എബ്രായ പേരിൻ്റെ യവന രൂപമാണ് പൗലോസ്. വിജാതികളുടെ ഇടയിലാണ് തൻ്റെ വേല. ജാതികളുടെ അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് അവർ പരിചിതമായ യവനനാമം സ്വീകരിച്ചത് സ്വാഭാവികമാണ്. പരിശുദ്ധാത്മാവ് നിയോഗിച്ച വേലയിൽ നിന്ന് ഒരു തരത്തിലും പുറകോട്ടില്ല എന്ന തീരുമാനം കൂടെയാണിത്. പാഫോസിലെ ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയാൻ എലിമാസ് ശ്രമിച്ചപ്പോൾ പൗലോസ് പരിശുദ്ധാത്മപൂർണനായി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പരിശുദ്ധാത്മ നിറവ് ആവർത്തിക്കപ്പെടേണ്ടതാണ്. രക്ഷ ഒരിക്കലായി ഉണ്ടായാൽ പോരാ, ആവർത്തിക്കപ്പെടേണ്ടതാണ്. അതുപോലെയാണ് പരിശുദ്ധാത്മ നിറവും. പാഫോസിൽ എലിമാസ് ഉണ്ടാക്കിയ എതിർപ്പ് ദേശാധിപതി കർത്താവിൽ വിശ്വസിപ്പാൻ ദൈവം ഒരുക്കിയ മുഖാന്തരമാണ്. അതുകൊണ്ട് യാതൊന്നും യാദൃച്ഛികമല്ല, ദൈവത്തിൻ്റെ പരിപാടി തന്നെ. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കേണ്ട വാക്യം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലെല്ലാം കാണുന്നത് ഈ ഒരു സ്ട്രാറ്റജി ദൈവനിയോഗത്താൽ പ്രേരിതരായി അപ്പോസ്തലന്മാർ ചെയ്യുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് യാദൃച്ഛികമായ പ്രവർത്തനങ്ങളല്ല, ദൈവിക പദ്ധതിയുടെ പിന്തുടർച്ചക്കാരായി ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ 1-ാം 2-ാം നിരയിലേക്ക് വരുന്നത് കാണുന്നു.
അതായത് ഇതുവരെ ബർന്നബാസ് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത്, തുടർന്ന് പൗലോസും കൂടെയുള്ളവരും എന്ന് രേഖപ്പെടുത്തുന്നു. പിറുപിറുപ്പോ വിദ്വേഷമോ ഇല്ല. ബർന്നബാസിന്റെ ഹൃദയവിശാലത എത്ര ശ്ലാഘിച്ചാലും മതിയാകുന്നതുമല്ല. നേതൃത്വം നഷ്ടപ്പെടുന്നതിലുള്ള പിടിവാശി മൂലം എത്രയോ പുതിയ സംഘങ്ങളും സംഘടനകളും ഒക്കെയാണ് ദിവസം തോറും ഉടലെടുക്കുന്നത്. സഭാ വിഭാഗങ്ങളും ഇക്കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ മർക്കോസ് ടീം വിട്ടുപോയതിൻ്റെ ഒരു കാരണം ഇതാവാം. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മർക്കോസ് അതിൽ നിന്ന് പിൻവാങ്ങിപ്പോകുന്നുണ്ട്. വിജാതിയരുടെ ഇടയിൽ വേല കേന്ദ്രീകരിച്ചതിൽ മർക്കോസിന് നീരസമുണ്ടായിരുന്നിരിക്കാമെന്നും ഒരു പഠനമുണ്ട്. ടീമിലെ മറ്റ് അംഗങ്ങളെ പോലെയുള്ള ദർശനവും ഹൃദയവിശാലതയും ഒന്നും മർക്കോസിനില്ലായിരുന്നിരിക്കാം. മലനാടുകളിലൂടെയുള്ള യാത്ര ദുസ്സഹമായി തോന്നിയതുകൊണ്ട് പിൻവാങ്ങിപ്പോകാം. വളരെ നാൾ വീട് വിട്ടുള്ള യാത്രയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഒന്നാമൻ രണ്ടാം നിരയിലേക്ക് മാറി നിൽക്കുകയും പിന്നീട് തുടർന്നുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ പൗലോസിനോടൊപ്പം നിൽക്കുന്ന ബർന്നബാസിനെ കാണുന്നു. ഇതുവരെ ബർന്നബാസിനോടൊപ്പം നിൽക്കുന്ന പൗലോസിനെ, ശൗലിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ദൈവം തൻ്റെ പദ്ധതിക്ക് അനുസൃതമായി ആളുകളെ ഓരോ സമയത്തും ഓരോ പദവിയിൽ നിയോഗിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. ഇന്നും സഭയിലും സഭയുടെ വേലകളിലും ദൈവം അങ്ങനെ ധാരാളം ആളുകളെ ഉപയോഗിക്കുന്നു. ചെറിയ സ്ഥാനത്തെങ്കിലും ഇങ്ങനെ പ്രവർത്തിപ്പാൻ, സാക്ഷികളായിരിക്കാൻ ദൈവമേ എന്നെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകരുണ്യവാനായ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ അടിയങ്ങൾക്ക് ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. പുതിയ പകലിൽ കർത്താവെ ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമായ ഊർജം നൽകണമേ. ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാനുള്ള കൃപ നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ തണലിൽ ഞങ്ങളെല്ലാവരെയും നിർത്തിക്കൊള്ളണമേ. ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരു വർഷം കാത്തു സൂക്ഷിച്ചു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ കൂടെ ഇരുന്ന് ആലോചന നൽകണമേ. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് കുടുംബമായി ദൈവകൃപയിൽ ആനന്ദിപ്പാനും നിലനിൽപ്പാനും സഹായിക്കണമേ. യേശു മശിഹ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയും ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.